ഹായ്, പാർക്കുട്ടി മീഡിയയിലേക്ക് നിങ്ങളെ ഏവരെയും സസ്നേഹം സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ സൂര്യ നമസ്കാരത്തിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡ് ഇവിടെ ഞാൻ ഡെമോൺസ്ട്രേഷനിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. 1-2 സ്റ്റെപ്പുകൾ നിങ്ങൾ ഇന്നലെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് ഞാൻ കിടക്കുകയാണ്. അതിനു മുൻപ് ഇന്നലെ ചെയ്ത ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റെപ്പുകൾ ഒന്ന് ഓടിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കാം. നമ്മൾ നേരെ സൂര്യനഭിമുഖമായി നിന്ന് കൈകൾ ചെസ്റ്റ് നേരെ പിടിച്ച് നെഞ്ച് വിരിച്ച് വയറുള്ളിലേക്കെടുത്ത് കൈയുടെ തളവിരലിൽ നെഞ്ച് ടച്ച് ചെയ്ത് ശ്വാസത്തെ 2-3 ആവർത്തം ഉള്ളിലേക്ക് വലിച്ചതിന് ശേഷം കൈകൾ നേരെ ഉള്ളിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതോടൊപ്പം ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് നേരെ കൈകൾ ചെവിയോട് ചേർത്ത് കൈവിരലുകളിലേക്ക് കണ്ണുകൾ നോക്കി തലയും കഴുത്തും ബാക്കിലേക്ക് ആർച്ച് രൂപത്തിൽ കൊണ്ടുവന്ന് നട്ടെല്ലാം ഒരു വില്ലാകൃതിയിൽ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ശ്വാസത്തെ 5-6 തവണ സെക്കൻഡ് നേരം പിടിച്ചു നിർത്തുക. അതിനുശേഷം ശ്വാസത്തെ മെല്ലെ വിട്ടുകൊണ്ട് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുന്നു. മെല്ലെ മെല്ലെ കുഞ്ഞ്. ഈ സമയം നമ്മളുടെ കൈകൾ രണ്ടും ചെവിയോട് ചേർന്നിരിക്കുകയും തല ഭൂമിയിലേക്ക് ഫേസ് ചെയ്ത് കാലിൻ്റെ മുട്ടുകൾ വളയ്ക്കാതെ കൈവിരലുകൾ നമ്മുടെ കാലുകൾക്ക് നേരെ മുന്നിൽ വിരലുകൾ ഭൂമിയിൽ ടച്ച് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ കൈകൾ ഭൂമിയിലേക്ക് കൈയുടെ അകഭാഗം പതിപ്പിച്ച നിലയിൽ വയ്ക്കുക. ഈ സമയം നമ്മുടെ കൈകൾ മുട്ടുകൾ വളയരുത്, കാൽമുട്ട് വളയരുത്. ഇപ്പോൾ നമ്മളെ ഒരു ഹെയർ പിൻ മാതിരി വളഞ്ഞിരിക്കും. ഇതാണ് മൂന്നാമത്തെ ഘട്ടം. ഈ സമയം നമ്മുടെ ശ്വാസം പുറത്തേക്ക് വിടുകയും ആയാസകരമായ രീതിയിൽ താളാത്മകമായ രീതിയിൽ അതിനെ പുറത്തേക്ക് വിട്ടുകൊണ്ടേയിരിക്കുക. നമ്മുടെ നെറ്റി കാൽമുട്ടിൽ പതിക്കാനുള്ളൊരു ശ്രമം നടത്തുക. ഈ സമയം കാൽമുട്ടിലേക്ക് നെറ്റി കൊണ്ടുപോകുന്ന സമയത്ത് കാലിൻ്റെ തൈ മസിലിന് അല്ലെങ്കിൽ തുടയുടെ പുറകു ഭാഗത്ത് വലിവനുഭവപ്പെട്ടാൽ ഈ ഉദ്യമത്തിൽ നിന്ന് നിങ്ങൾ പിന്തിരിയേണ്ടതാണ്. ഇതാണ് മൂന്നാമത്തെ പൊസിഷൻ. ഈ പൊസിഷൻ ഇത്രയുള്ള മൂന്നാമത്തെ പൊസിഷൻ. ഇത് വളരെ താളാത്മകമായ രീതിയിൽ ശ്വാസത്തെ പുറത്തേക്ക് വിട്ടുകൊണ്ട് വളരെ നല്ല രീതിയിൽ ചെയ്യേണ്ടതാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാലിൻ്റെ തുടയുടെ ബാക്ക് ഭാഗത്ത് മസിലിന് വലിവുണ്ടാവുകയും അവിടെ മാംസപേശികൾ ഉറയ്ക്കുകയും നമ്മുടെ കാലുകൾക്കും മുട്ടുകൾക്കും കാൽപാദങ്ങൾക്കും നല്ല ബലം അനുഭവപ്പെടുകയും എല്ലുകൾ അതിൻ്റെ പരിപൂർണമായ രീതിയിൽ ബലത്തോടുകൂടി ശരീരത്തെ ആവരണം ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നതിനുള്ള ഒരു പ്രവണത ഓക്സിജനിൻ്റെ സഹായത്തോടെ ബ്ലഡ് സർക്കുലേഷനിലൂടെ നമ്മളുടെ ശരീരത്തെ സംജാതമാകുന്നു. അപ്പോൾ വളരെ സാവധാനത്തിൽ ഇത് മനസ്സിലാക്കി മാത്രമേ ചെയ്യാവൂ. ശ്വാസം വിട്ടുകൊണ്ട് ചെയ്യുന്നതായതിനാൽ നമ്മൾക്ക് ആയാസകരമാകാതെ തന്നെ ഇതിനെ ചെയ്യുവാൻ സാധിക്കും. പിന്നെ മുട്ട് വളയ്ക്കുന്ന മുട്ടിലേക്ക് നമ്മളുടെ നെറ്റ് കൊടുത്തൊടുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ആയാസകരമായ ഒരു അനുഭവം വരുന്നത്. അത് നമ്മളുടെ തൈ മസിലിനുണ്ടാകുന്ന ഒരു വലിവാണ്. ഈ സമയം നമ്മുടെ തൈ മുട്ടിലും വലിവ് അനുഭവപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ഇത് ചെയ്യരുത്. തല കൊണ്ടുപോയി കാലിൻ്റെ മുട്ടിൽ തൊടുന്ന ആ ഉദ്യമത്തിൽ നിന്ന് നിങ്ങൾ മാറുകയും മറ്റത് മാത്രം ചെയ്യുകയും ചെയ്യുക. പല ആവർത്തി കണ്ടതിന് ശേഷം സൂര്യ നമസ്കാരത്തിൻ്റെ മൂന്നാമത്തെ 1-2-3 സ്റ്റെപ്പുകൾ വളരെ ലളിതമായ രീതിയിൽ നിങ്ങൾ ചെയ്ത് പഠിക്കണമെന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ 4ാമത്തെ പൊസിഷനുമായി നാളെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ ഹായ്.